ഐനുത്രേശ്വരർ ശിവ ടെമ്പിൾ. മാത്തൂർ എന്ന സ്ഥലത്ത് ശിവഗംഗ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ ഇന്ത്യയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാഹ്യഗോപുരമില്ല ഈ ക്ഷേത്രത്തിന്. മാത്തൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മാത്തൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ എന്താ വെച്ചാൽ ഈ മാത്തൂരിന് പേര് വരാൻ കാരണം ഒരു കാരണമുണ്ട്. അതെന്താ വെച്ചാൽ ഈ കൊങ്കണ സിദ്ധൻ, ഈ സിദ്ധന്മാരെ കേട്ടിട്ടുണ്ടോ? 18 സിദ്ധൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഓരോ കഴിവാണ് അവർക്ക്, ഓരോരുത്തർക്കും ഓരോ കഴിവ്. അങ്ങനെ കൊങ്കണ സിദ്ധർ എന്ന് പറഞ്ഞ സിദ്ധൻ ഉണ്ടായിരുന്നു. കൊങ്കണ സിദ്ധറിനോട് സിദ്ധറുണ്ടാവും. 18 സിദ്ധറൊക്കെ അല്ല കൊങ്കണ സിദ്ധർ. ഈ കൊങ്കണ സിദ്ധർ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കിയാൽ അതിൻ്റെ കഥകൾ അങ്ങനെ അറിയാൻ പറ്റും. കുറച്ച് ബാക്കിൽ സാഹിത്യം പഠിച്ച ആളാണ്. അത് മാത്രമല്ല ഈ രസവാദം പറഞ്ഞത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ നവപാഷാണം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? നവപാഷാണം. ഇതിനെ ചേർത്ത് ഓരോ ഐറ്റങ്ങളെ ചേർത്ത് ഒരു വിദ്യ ഉണ്ടാക്കണം. അതുപോലെ ചെയ്യുന്ന ആളാണ്. ഈ വിദ്യ കൊണ്ട് ഉള്ളിൽ കയറും. ഇരുമ്പിന് സ്വർണ്ണമാക്കി. ആ രസവാദം കൊണ്ട് ഇരുമ്പിന് സ്വർണ്ണമാക്കി. ഇത് കണ്ടില്ലതാ, ഇരുമ്പിന് സ്വർണ്ണമാക്കുന്ന. അപ്പോൾ അത്ര കഴിവുള്ള ആളായി. അപ്പോൾ ഇരുമ്പിനെ ശരിക്കും എന്താ വെച്ചാൽ നല്ലൊരു സിദ്ധനാണ്. മാത്രമല്ല വല്ല ഒരു ശിവഭക്തനാണ്. ഭഗവാന്റെ ഇതിലാണ് അത് മുഴുവനും എല്ലാം അറിഞ്ഞത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്വർണ്ണമാക്കി മാറ്റിയപ്പോൾ ഇതിപ്പോൾ ആൾക്കാർ കണ്ട് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കങ്ങ് ആ ചിന്തയൊക്കെ മാറി. ഇനിയിപ്പോൾ സ്വർണ്ണം മാത്രം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഭക്തിയൊക്കെ കുറഞ്ഞു. പിന്നെ മുഴുവനും പിന്നെ പൈസയുടെ പോലത്തെ ആഗ്രഹം തുടങ്ങി. അപ്പോൾ 500 ഇതിൽ ഞാനത് സ്വർണ്ണം ഉണ്ടാക്കണം എന്ന് വേണ്ട അങ്ങനെ ഒരു സ്വർണ്ണം ഉണ്ടാക്കാൻ തുടങ്ങി. സ്വർണ്ണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൾ നോക്കിയാൽ ഇതുവരെ സ്വർണ്ണം ഉണ്ടാക്കാൻ നടത്തുമ്പോഴും ഇയാള് രീതി മാറിപ്പോണമല്ലോ. ഇന്നലെ ഞങ്ങൾക്ക് ഭാഗത്തിൽ ഒരു കഥ പറഞ്ഞില്ലേ? ഒരു സന്യാസി ശ്രേഷ്ഠൻ വഴിമാറിപ്പോയി പൂച്ചയുടെ കാര്യം. അതുപോലെ ഭഗവാൻ എന്ത് ചെയ്തു? നിനക്ക് 500 ഇതല്ല, ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാണിച്ചു തരാം. നിനക്ക് 500 അല്ല 1000 ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എന്നോർത്ത് ഭഗവാൻ വരാണ്. അപ്പം ഭഗവാൻ തന്നെ ഒരു സന്യാസിയെ വന്നിട്ട് പുള്ളിക്കാരന് തീർത്ഥം കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ അത് സേവിച്ച ഉടനെ അങ്ങ് പിന്നെയാണ് ഞാൻ ആരാണെന്ന് അങ്ങോട്ട് തോന്നിയത്. പിന്നെ ഇവിടെ ഇരുന്ന സ്ഥലമുണ്ട്. അതാണ് കൊങ്കണ സിദ്ധൻ ഇരുന്ന സ്ഥലം. അതാണ് ഈ മാറ്റ്. ഈ സ്വർണത്തിന് ഇരുമ്പിന് സ്വർണ്ണാക്കിയത് കൊണ്ട് മാറ്റിയല്ലോ. ഇതാണ് മാത്തൂർ. സ്ഥലത്തിന്റെ പേര് കാരണം മാത്തൂർ. അപ്പോൾ ഇരുമ്പിനെ സ്വർണ്ണാക്കി. അപ്പോൾ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് മാത്തൂർന്നായി സ്ഥലം. ഭഗവാന്റെ പേര് അഞ്ഞൂറ്റീശ്വരൻ എന്നാണ്. ഇത് ചെട്ടിയാമ്മന്റെ ക്ഷേത്രം തന്നെയാണ്. ഇത് മാത്രമല്ല ഇത് ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ക്ഷേത്രമാണത്. അഞ്ഞൂറ്റീശ്വരൻ എന്നാണ് ഭഗവാന്റെ പേര്. ആ ദേവിയുടെ പേര് പെരിയനായി. ഈ പെരിയനായികി എന്ന് പറയുന്നുണ്ട്. ചോള രാജാക്കന്മാരുടെ കാലങ്ങളിൽ ഉള്ള എല്ലാ സ്ഥലത്തും പെരിയനായിക എന്നൊരു ദേവിയെ പ്രതിഷ്ഠിക്കും. അത് ചോള രാജാക്കന്മാരുടെ ഇഷ്ടദൈവമാണ്. അപ്പോൾ അങ്ങനെ ഒരു പെരിയനായിക എന്നാണ് ദേവിയുടെ പേര്. ഇവിടെ എന്താ വെച്ചാൽ അഞ്ഞൂറ്റീശ്വരൻ എന്നാണ് ഭഗവാന്റെ ശിവസ്ഥാനം. ഇവിടെയും ഒരുപാട് കൊത്തുപണിയൊക്കെ ഉള്ള ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് തൊഴിലിട്ട്. ഐനുത്രേശ്വർ എന്നാൽ മാറ്റം, പരിവർത്തനം. മുൻകാലങ്ങളിൽ സ്ഥലത്തിൻ്റെ പേര് വീര്യപാണ്ഡ്യപുരം എന്നായിരുന്നു. പാണ്ഡ്യരാജാവായ വീര്യപാണ്ഡ്യൻ്റെ പേര്. 150 വർഷങ്ങൾക്ക് മുമ്പ് നാഗരധർ എന്ന ചെട്ടിയാർ സമൂഹം ക്ഷേത്രം ഗണ്യമായി നവീകരിച്ചു. നാഗരധർ ചെട്ടിയാർ സമൂഹത്തിന് 9 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് മാത്തൂർ ശിവക്ഷേത്രം. വാസ്തുവിദ്യയ്ക്ക് പേര് കേട്ട ക്ഷേത്രമാണ് ഇത്.
ചോളരാജാക്കന്മാരുടെ ഇഷ്ടദേവതയാണ് പെരിയ നായിക. വലത്തുവശത്ത് പെരിയ നായികയുടെ അമ്മൻ കോവിലുണ്ട്. ഒരു പ്രത്യേക നവഗ്രഹ ശ്രീകോവിലുണ്ട്. വാസ്തുവിദ്യയിൽ സിംഹത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ. സിംഹത്തിൽ ഇരിക്കുന്ന നന്ദി, അതേപോലെ തന്നെ സിംഹത്തിൻ്റെ വായിൽ കറങ്ങാൻ കഴിയുന്ന ഒരു കൽപ്പന്തുണ്ട്. 4 സിംഹത്തിൻ്റെ മുകളിലാണ് നമ്മുടെ നന്ദി ഇരിക്കുന്നത്. ക്ഷേത്രം കാണുമ്പോൾ ശില്പികളെയും കരകൗശല വിദഗ്ധരെയും നാം അഭിമാനത്തോടെ ഓർത്തുപോകും. നീളമുള്ള തൂണുകളുള്ള ഇടനാഴി, അങ്ങനെ മനോഹരമാണ് എവിടെ നിന്ന് നോക്കിയാലും ക്ഷേത്രം. മാത്തൂർ എന്ന പേര് വരാൻ കാരണം വ്യത്യസ്ത ഗുണങ്ങളുള്ള 500 സ്വർണ്ണക്കട്ടികൾ ഉൽപ്പാദിക്കപ്പെട്ട സ്ഥലമായതിനാലാണ് ഈ പട്ടണത്തിന് മാത്തൂർ എന്ന പേര്. ഈ ശിവക്ഷേത്രത്തിലേക്ക് കാരക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡിൽ നിന്ന് 7 കിലോമീറ്റർ, മധുര വിമാനത്താവളത്തിൽ നിന്ന് 107 കിലോമീറ്റർ, ശിവഗംഗ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 63 കിലോമീറ്റർ. ഇനി നമുക്ക് ക്ഷേത്രമൊന്ന് ചുറ്റി കാണാം അല്ലേ?